എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 4 തരം നാടൻ തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പടവലങ്ങയും പരിപ്പും കൂടിയുള്ള തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് സാമ്പാർ പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതിൻ്റെ പുറത്തുള്ള പൂപ്പൽ പോലുള്ള സാധനം ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള കുരുവും പാടയും ഒക്കെ നീക്കി കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ കനം കുറച്ച് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേകാകുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പിൻ്റെ മുകളിലേക്ക് പടവലങ്ങ ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നീട് പടവലങ്ങയ്ക്കും കൂടി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പടവലങ്ങ ഒന്ന് ആവി കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തോരൻ നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പും പടവലങ്ങയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിലയും ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു തോരൻ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. അടുത്തത് ഒട്ടും കയ്പില്ലാതെ പാവയ്ക്കയും മുട്ടയും കൂടി ചേർത്തുള്ള തോരനാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാവയ്ക്ക വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം കനം കുറച്ച് അരിയാമോ അത്രത്തോളം കനം കുറച്ച് അരിഞ്ഞെടുത്തോളൂ. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട ഉടച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ടയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതിനെ നല്ല രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും വെയിറ്റ് ചെയ്യരുത്. ഉടൻ തന്നെ ഇതേപോലെ സ്പൂൺ ഉപയോഗിച്ചോ സ്പാച്ചില ഉപയോഗിച്ചോ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് വളരെ ചെറിയ പീസസ് ആയിട്ട് മുട്ട എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടച്ച് നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ മുട്ടയും കൂടി സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പകുതി സവാള വളരെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് എരിവിന് ആവശ്യമായ ഒരു പച്ചമുളക് വളരെ ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ ലൈറ്റായിട്ടൊരു കളർ മാറി വരുന്നത് വരെ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ ഈ ഒരു പരുവത്തിലാകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാവയ്ക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. പാവയ്ക്ക് വേകാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം മതിയാകും. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഈ ഒരു രീതിയിൽ ഒതുക്കി വയ്ക്കാം. നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ആ ഒരു രീതിയിൽ ഇരുന്നതിന് ശേഷം ഇടയ്ക്കൊന്ന്
തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ആ ഒരു രീതിയിൽ തന്നെ നമുക്കിതിനെ മൂടി വയ്ക്കാം. ഈ ഒരു രീതിയിൽ ഒതുക്കി വെച്ചതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞു. പാവയ്ക്ക നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി നല്ലൊരു കളറാക്കി എടുക്കണം. പാവയ്ക്ക വെന്ത് കളറൊക്കെ മാറി ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് പരുവാക്കിയെടുക്കാം. വീണ്ടും ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇതിനെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. അടുപ്പിലിട്ട് കൊടുത്ത് തോരൻ ഇങ്ങനെ നന്നായി മൂപ്പിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. ഇപ്പോൾ ആ തോരൻ റെഡിയായി കഴിഞ്ഞു. ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ പാവയ്ക്കയും മുട്ടയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് ചെറുപയറും കാഷ്നട്ടും എല്ലാം കൂടി ഇട്ട് തയ്യാറാക്കിയ തോരനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് ചെറുപയർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചൊന്ന് കുതിർത്തിയെടുക്കാം. ഏകദേശം 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി അതുപോലെ തന്നെ ഒരു 10-12 കാഷ്നട്ടും കൂടി ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് വെച്ച് അത് ഒരു 1/2 മണിക്കൂറൊന്ന് കുതിർത്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ അതിനെ ചതച്ചെടുക്കാം. അപ്പോൾ കുതിർക്കാൻ വെച്ചിരുന്ന ചെറുപയറും കാഷ്നട്ടൊക്കെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ കേൾക്കുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് പ്രഷറൊക്കെ പോയി ഇപ്പോൾ അത് തുറന്ന് നോക്കി നന്നായിട്ടിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ കശുവണ്ടി ഇങ്ങനെ കുതിർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ പച്ച കശുവണ്ടിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കൈപ്പിടിയോളം തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങാ കൊത്തും കശുവണ്ടിയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ചെറുപയർ തോരന് ഭയങ്കര ടേസ്റ്റാണ്. ഇട്ട് കൊടുത്ത് തേങ്ങാ കൊത്തും മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ഏകദേശം 1 മിനിറ്റോളം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ അരപ്പിലെ വെള്ളമയമൊക്കെ ഒന്ന് മാറി തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞ് ഈ സമയമാകുമ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ച് ഏകദേശം 2 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരപ്പൊക്കെ പയറിലും കശുവണ്ടിയിലും ഒക്കെ പിടിച്ച് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ അതിനുള്ള ഈർപ്പമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് തോരൻ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ചെറുപയറും കശുവണ്ടിയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു തോരനാണ്. ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് നമ്മൾ പൊളിച്ചെടുക്കുന്ന പയർ കൊണ്ടുള്ള തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതേപോലെ തൊലിച്ചെടുക്കുന്ന പയറാണ്. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തൊലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ചെറിയ പയറാണ്, നീളമുള്ള പയറല്ല. നമ്മൾ സാധാരണ ഇത് തൊലിച്ചെടുത്ത് തോരൻ വയ്ക്കുന്നതാണ്. ചിലപ്പോൾ ഇതിനകത്ത് മുറ്റാത്ത പയറുണ്ടെങ്കിൽ അത് നമ്മൾ ഇതേപോലെ ഒടിച്ചിടും. അപ്പം ഇതേപോലെ മുറ്റിയ പയറുകളെല്ലാം തൊലിച്ചെടുത്തതിന് ശേഷം മുറ്റാത്ത പയർ ഇതേപോലെ നമുക്ക് കൈ വെച്ച് തന്നെ ഒടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
തോരൻ വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് പയർ കഴുകി വാരി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചധികം വേവുള്ള പയറാണ്, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇടയ്ക്ക് പയറൊന്ന് തുറന്ന് നോക്കി അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള അരപ്പും കൂടി ആ സമയത്ത് ഇട്ട് കൊടുക്കാം. വെള്ളം വറ്റിയിട്ടില്ല. ഈ സമയത്ത് അരപ്പിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പാത്രം മൂടി വെച്ച് പയർ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടില്ല. ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം വറ്റുന്നത് വരെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വീണ്ടും ഇതാ മൂടി വെച്ച് വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കടുക് വറുക്കുന്നുണ്ടെങ്കിൽ കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തി എടുക്കാം. അപ്പം ഈ പയർ തോരൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഈ ഒരു രീതിയിൽ പയർ തോരനും കൂടി എങ്ങനെയാണെന്ന് തയ്യാറാക്കി നോക്കും. അപ്പോൾ ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.